2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തം കോൺഗ്രസ് അടപടലം തോറ്റു തുന്നം പാറിയപ്പോൾ കോൺഗ്രസിനെ ചേർത്ത് പിടിച്ച മണ്ണാണ് എറണാകുളത്തിന്റെ മണ്ണ്. ഇത്തവണ വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ ആര് അധികാരത്തിൽ വരുമെന്ന ചർച്ചയാണ് മുഴങ്ങിക്കേൾക്കുന്നത്. സംസ്ഥാനത്തിന്റെ പൈതൃക നഗരങ്ങളിൽ ഉൾപ്പെട്ട മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും അടക്കമുള്ള മേഖലകൾ വരുന്ന കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമോ അതോ ഇടതുമുന്നണിക്ക് ഭരണം നിലനിർത്താൻ കഴിയുമോ? ഈ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായത്. മെട്രോ റെയിലും നെടുമ്പാശ്ശേരി വിമാനത്താവളവും കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയവും ഗോശ്രീ പാലവും എല്ലാം തങ്ങളുടെ ഭരണകാലത്തെ നേട്ടങ്ങളാണെന്ന് ഇരുമുന്നണികളും മാറി മാറി വാദിക്കുമ്പോൾ കൊച്ചിയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇടതുമുന്നണിയെ ചേർത്ത് പിടിക്കാൻ കൊച്ചിയിലെ ജനങ്ങൾ തയ്യാറാകുമോ അതോ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ കൊച്ചിയിലെ വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുമോ? 2020ക്കും V4 കൊച്ചിക്കും BJPക്കും കൊച്ചി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ? പരിശോധിക്കാം നമുക്ക് കേരള പോലിലൂടെ. എങ്ങനെയാണ് കൊച്ചിയുടെ ഒരു സമഗ്ര വിലയിരുത്തൽ നമുക്ക് നടക്കാൻ കഴിയുക? അതായത് ഈ 76 ഡിവിഷനുകളിൽ ഏകദേശം 90% LDF UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യവുമുണ്ട്. പക്ഷേ ഇപ്പൊ ഈ LDFന്റെ ഭരണസമിതിയിൽ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ, അതായത് ജീവനക്കാർ, കോർപ്പറേഷൻ ജീവനക്കാർ ഒരുപാട് കൈക്കൂലി വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അറസ്റ്റുകൾ നടന്നിരുന്നു. അപ്പൊ ഇതെല്ലാം ഇപ്പോഴത്തെ നിലവിലെ LDF ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ആരോപിക്കുന്നുണ്ട്. അതായത് ഭരണസമിതിയുടെ ആ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് ജീവനക്കാർ ഇത്തരത്തിൽ കൈക്കൂലിക്കാരായി മാറിയത് എന്ന ആരോപണമുണ്ട്. മറ്റു കോർപ്പറേഷനുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ എറണാകുളത്താണ് 2020 മത്സരിക്കുന്നത്. അപ്പോൾ 2020ക്ക് എത്രത്തോളം ഈ കോർപ്പറേഷനിലെ ജനങ്ങളെ സ്വാധീനിക്കാനാകും എന്നുള്ള കാര്യവും കൂടി പരിശോധിക്കേണ്ടിയുണ്ട്. അപ്പോൾ പിന്നെ BJPയുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യവും കൂടി പരിഗണിക്കണം. അപ്പം സാധാരണ മറ്റു കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ BJP വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഈ എറണാകുളത്ത് എത്രത്തോളം പ്രതിരോധം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ നമുക്കൊരു ധാരണയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കത് അറിയാൻ കഴിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും BJP വോട്ട് വിഹിതങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും എന്നത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അറിയാൻ കഴിയും. പിന്നെ 2020 സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശികമായി വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ 2020ക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുവെ 2020 ഒരു പൊളിറ്റിക്കലി നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2020 ജനങ്ങൾ ഇത്തവണയും ഉൾക്കൊള്ളുമോ അതോ തള്ളിക്കളയുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ നമുക്ക് വിലയിരുത്താനാവുന്നതാണ്. പിന്നെ പ്രതിപക്ഷം എന്തായാലും ഇപ്പോഴത്തെ ഭരണപക്ഷത്തെ ആ കൈക്കൂലി സംബന്ധമായ കേസുകൾ വെച്ച് എന്തായാലും നല്ല രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൈക്കൂലി മാത്രമല്ല, കൊച്ചി നഗരസഭയിലെ നിരവധിയായ അഴിമതി ആരോപണങ്ങളുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ബന്ധപ്പെട്ട വിഷയത്തിൽ അടക്കം മേയറെ പ്രതിസന്ധിയിൽ നിർത്തുന്ന നിരവധിയായ സമരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നഗരസഭയിലെ നിരവധിയായ പ്രദേശങ്ങളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ GCDയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതെല്ലാം വളരെ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൊച്ചി നഗരസഭയിലേക്ക് വീണ്ടും വരുമ്പോൾ എങ്ങനെയാണ് അവിടെ BJPയുടെ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നത്? BJPക്ക് വലിയ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ അല്ല കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിലവിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലാണ് 76 സീറ്റ്. ഇപ്പൊ 73 സീറ്റുകളെടുത്ത് വെറും 5 സീറ്റിലാണ് BJP ഉള്ളത്. 30 സീറ്റ് UDFും 28 സീറ്റാണ് LDFിനുള്ളത്. പിന്നീടുള്ള 10 സീറ്റ് സ്വതന്ത്രർക്കാണ്. അപ്പൊ വെറും 5 സീറ്റേ NDAക്ക് ഉള്ളൂ. NDAക്ക് വോട്ട് വിഹിതം കൂട്ടാം എന്നതിനപ്പുറം ഒരു രണ്ടാം സ്ഥാനം പോലും എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ UDFിനാണ് ഒരു മുൻതൂക്കം. കാര്യം കഴിഞ്ഞ തവണ 30 സീറ്റിന്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടും എന്താണ് LDF ആണ് ഭരണത്തിലേറുന്നത്. അപ്പൊ ചെറിയൊരു വ്യത്യാസത്തിലാണ് UDFിന് പോയത്. അപ്പൊ UDFിനാണ് ഇവിടെ സാധ്യത കൂടുതൽ. NDAക്ക് 3ാം സ്ഥാനം തന്നെയാണ് ഇത്തവണയും. അതായത് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് UDF ആണ്, പക്ഷെ ഭരിച്ചത് LDF ആണ്. എങ്ങനെയാണ് ആ ഭരണത്തിലേക്ക് അവരെത്തുന്നത്? അത് സ്വതന്ത്രരൊപ്പം പിടിച്ചുകൊണ്ടാണ് 28 സീറ്റ്. അത് സ്വതന്ത്രർ എന്ന് പറയുന്നതിനേക്കാളും വിമതർ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യാസമായി കോൺഗ്രസിന്റെ ഒരു കെട്ടുമട്ടുമെല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. കാരണം നേരത്തെ കോൺഗ്രസിൽ ഈ ഇതുപോലെ പടലപ്പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിപ്പോരുകളും കാലുവാരുകളും നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ കേരളം മൊത്തത്തില് കോൺഗ്രസിന്റെ ആ ഒരു രീതി തന്നെ മാറിയിട്ടുണ്ട്. ഒരു ഐക്യപ്പെടൽ
കോൺഗ്രസിന് മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ പലരും ഈ താഴെ തട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ യാതൊരു പടലപ്പിണക്കങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ മുന്നിട്ട് തന്നെ UDF നിൽക്കുന്നത്, കോൺഗ്രസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ ഈ വിമത പ്രശ്നം എന്തായാലും കൊച്ചി കോർപ്പറേഷനിൽ ബാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ UDF തന്നെ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. തീർച്ചയായും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ കോൺഗ്രസിന്റെ ഒരു ഉരുക്കുകോട്ടയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഇത് നഷ്ടമാകുന്നത്, കോർപ്പറേഷൻ നഷ്ടമാകുന്നത് കോൺഗ്രസ് വിമതർ പിടിച്ച വോട്ടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തെ ചില അസ്വാരസ്യങ്ങളും മൂലമാണ്. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എറണാകുളം നഗരസഭയുടെ ചുമതലയുള്ളത്. ഭംഗിയായി അദ്ദേഹം ആ ചുമതല നിറവേറ്റിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 76 ഡിവിഷനുകളിലും കൃത്യമായി ഘടകകക്ഷികൾക്ക് നൽകേണ്ട സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ തന്നെ കോൺഗ്രസിന് തന്നെയാണ് എറണാകുളം കോർപ്പറേഷനിൽ നിർണായക സ്വാധീനമുള്ളത്. ഘടകകക്ഷികൾ വലിയ സ്വാധീനമൊന്നും ഒരു ഡിവിഷനിലും നമുക്ക് കാണാൻ കഴിയില്ല. മട്ടാഞ്ചേരി മേഖലയിൽ മാത്രമാണ് മുസ്ലിം ലീഗിന് അത്യാവശ്യം സ്വാധീനമുള്ളത്. പക്ഷേ ഘടകകക്ഷികൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കോൺഗ്രസ് എല്ലാ മുന്നണി മര്യാദകളും പാലിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ നേരത്തെ സൗപർണിക പറഞ്ഞതുപോലെ BJP അത്ര പ്രബല ശക്തിയല്ലെങ്കിലും BJP കാലാകാലങ്ങളായി ജയിച്ചു വരുന്ന ചില വാർഡുകളുണ്ട്. അവിടെ നിലനിർത്തുന്നതിനോടൊപ്പം കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. മുതിർന്ന നേതാക്കളെ തന്നെ BJP ഇത്തവണ കളത്തിലിറക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കൊച്ചിയിൽ മത്സരിച്ച, എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ച രാജഗോപാൽ, മുത്തു എന്ന് വിളിക്കുന്ന രാജഗോപാൽ മത്സരരംഗത്തുണ്ട്. അദ്ദേഹം BJPയുടെ സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അത്തരത്തിൽ പത്മജ എസ് മേനോൻ മത്സരരംഗത്തുണ്ട്. നേരത്തെ അവർ കൗൺസിലറായിരുന്നു. അതോടൊപ്പം BJPയുടെ സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ മത്സരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ BJP സ്റ്റാർ ക്യാമ്പയിനർമാരെ മത്സരിപ്പിക്കുന്നു. കോൺഗ്രസ് ക്യാമ്പിലും ദീപ്തി മേരി വർഗീസിനെ പോലെ, PD മാർട്ടിനെ പോലെ ജനറൽ സീറ്റിലടക്കം വനിതകളെ മത്സരിച്ചു. ഷൈനി മാത്യു മത്സരരംഗത്തുണ്ട്. അത്തരത്തിൽ നിരവധിയായ പുതുമുഖങ്ങളെയും വനിതകളെയും എല്ലാം ഒരേപോലെ മത്സരരംഗത്തിറക്കിയാണ് കോൺഗ്രസ് ബലം പരീക്ഷിക്കുന്നത്. CPM-ഉം അത്തരത്തിൽ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ കളം പിടിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നു. എന്തായാലും തീപ്പാറുന്ന ഒരു പോരാട്ടം തന്നെയാണ് കൊച്ചി നഗരസഭ സാക്ഷ്യം വഹിക്കുന്നത്. ആര് മത്സരിച്ചാലും അല്ലെങ്കിൽ ആര് ജയിച്ചാലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ഒടുവിൽ തന്നെയായിരിക്കും അത്തരത്തിൽ ഒരു ജയം ഏത് മുന്നണിക്കായാലും ലഭിക്കുക. പക്ഷേ കോൺഗ്രസിന്റെ തികഞ്ഞ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. എറണാകുളം DCC എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഘടനാ മിഷനറി ചലിപ്പിക്കുന്ന DCC ആണ്. ആ DCCയുടെ പ്രവർത്തനം ഇത്തവണ മുതൽക്കൂട്ടാകുമോ കോൺഗ്രസിന്? തീർച്ചയായും. കാര്യം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചിട്ടും ഭരണം ലഭിക്കാതെ പോയതാണ് കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന്. ആ സ്ഥാനത്താണ് DCCയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല DCC പ്രവർത്തനം നടക്കുന്നത്, പ്രത്യേകിച്ച് നിരവധിയായ സമരം നടന്ന ജില്ല കൂടിയാണ്. നമുക്കറിയാം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയൊക്കെ വളരെ പോലീസുകാരോട് പോലും വളരെ വ്യക്തമായി പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടുള്ള വ്യക്തിയാണ്. അപ്പൊ DCCയുടെ ഈ ഒരു തീരുമാനങ്ങൾ, പിന്നെ ആദ്യം മുതലേ DCC എടുത്തൊരു നിലപാടുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന് വേണ്ടി ആയിരുന്നില്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിക്കുള്ള നിലപാടുകളെല്ലാം കോൺഗ്രസിന് ഗുണം ചെയ്യും. പിന്നെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് സ്ത്രീകളെയാണ്. നമ്മൾ പറഞ്ഞ പോലെ ദീപ്തി മേരി വർഗീസിന് ആരാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും സ്ത്രീകളെ മുന്നോട്ട് വെച്ചിട്ടാണ്. അപ്പൊ സ്ത്രീകൾക്ക് കോൺഗ്രസ് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ തന്നെ KS, യൂത്ത് കോൺഗ്രസ്, വനിതകൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് എറണാകുളം DCC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തില്. പിന്നെ ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, V4 കൊച്ചിയും 2020 വോട്ട് ഒരുപാട് പിടിച്ചാൽ അത് കോൺഗ്രസിനെ ബാധിക്കുമോ എന്നൊരു ചോദ്യം മാത്രമാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും എറണാകുളത്തിന്റെ ജനവിധി ആർക്കനുകൂലമാണ്, എറണാകുളത്തെ ജനങ്ങൾ ചിന്തിച്ചത് ആർക്കനുകൂലമായിട്ടാണെന്ന് കൃത്യമായി അറിയണമെങ്കിൽ നമുക്ക് ഡിസംബർ 13 വരെ കാത്തിരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിന്റെ നാമനിർദ്ദേശ പത്രിക എല്ലാം നൽകുന്നത് പൂർത്തീകരിച്ച് അതിന്റെ ചൂട് പിടിക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴും നേരിയ മുൻതൂക്കം അല്ലെങ്കിൽ നേരിയ എഡ്ജ് കോൺഗ്രസിന് തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ എറണാകുളം കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നെങ്കിൽ എറണാകുളം നഗരസഭ, കൊച്ചി നഗരസഭ നിലനിർത്താൻ കഴിയുമെന്നാണ് ഇടതു ക്യാമ്പിന്റെ അവകാശവാദം. എങ്കിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്.